വിവാദ പ്രസ്താവനകളിലൂടെ പലപ്പോഴും വാർത്തകളിൽ ഇടം നേടിയിട്ടുള്ള വ്യക്തിയാണ് രജിത് കുമാർ. സ്ത്രീവിരുദ്ധവും ഹോമോഫോബിക്കും ശാസ്ത്രവിരുദ്ധമായ പ്രസ്താവനകളാണ് ഏറെയും ഉന്നയിക്കാറുള്ളത്. ഇപ്പോഴിതാ ഒരു ബിഗ് ബോസ് മത്സരാർത്ഥിയെക്കുറിച്ചും കുട്ടിയുടെ ജനനത്തെയും ജെൻഡറിനെയും ലൈംഗികതയെയും കുറിച്ചുള്ള ശാസ്ത്രവിരുദ്ധ പ്രസ്താവനയുമായി എത്തിയിരിക്കുകയാണ് രജിത്ത്. ഈ സീസണിലെ ഒരു പേരൻസ് പറഞ്ഞത് അവൾക്ക് ചെറുപ്പത്തിലെ നിക്കർ വാങ്ങിക്കൊടുത്തു, നിക്കർ ധരിപ്പിച്ച് ശീലിപ്പിച്ചു എന്നാണ്. വലുതായപ്പോൾ പാവാടയും ബ്ലൗസും വാങ്ങിക്കൊടുത്തുവെങ്കിലും കൊച്ചിന് നിക്കർ മതി. ജനിച്ച കൊച്ചല്ല നിക്കർ വേണമെന്ന് പറഞ്ഞത്. അവർക്ക് ഷോർട്സ് വാങ്ങിക്കൊടുത്ത് വളർത്തിയത് മാതാപിതാക്കളാണ്. അങ്ങനെ ഷോർട്സ് ഇട്ട് വളർന്നതിനാലാണ് ആ പെൺകുട്ടിക്ക് മറ്റൊരു പെൺകുട്ടിയോട് ക്രഷ് തോന്നിയത്. ആ ഒരു ഇഷ്ടം തോന്നാൻ കാരണം വീട്ടുകാരാണ്. ബിഗ് ബോസിൽ നടന്ന സംഭവമാണെന്നാണ് രജിത് കുമാർ പറയുന്നത്. മാത്രമല്ല, ഒരു കുട്ടിയുടെ ജനനത്തെയും ജെൻഡറിനെയും ലൈംഗികതയെക്കുറിച്ചും അദ്ദേഹം ശാസ്ത്രവിരുദ്ധ പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. ആത്മാവിന്റെ ഗുണനിലവാരം അനുസരിച്ച് ഗർഭപാത്രത്തെ തിരഞ്ഞെടുക്കും. ഗർഭപാത്രമുള്ള വ്യക്തിയുടെ ക്വാളിറ്റി അനുസരിച്ചുള്ള ഊർജമായിരിക്കും കുഞ്ഞിലേക്ക് എത്തുക. ക്വാളിറ്റി എന്നത് പ്രധാനമാണ്. നമ്മുടെ ആന്തരികമായ ക്വാളിറ്റിയും അകത്തേക്ക് പ്രവേശിക്കുന്ന ഊർജത്തിന്റെ ക്വാളിറ്റിയും. അത് നല്ലതായിരിക്കണമെങ്കിൽ നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും ക്വാളിറ്റി ഉള്ളതായിരിക്കണം. ഇല്ലെങ്കിൽ മക്കൾക്ക് ജന്മം നൽകാനേ മാതാപിതാക്കൾക്ക് സാധിക്കൂ എന്നാണ് രജിത്ത് പറയുന്നത്. അങ്ങനെ വന്നാൽ മക്കൾ വാഴത്തോട്ടത്തിലെ ആൾക്കാരായി മാറും. അതായത് തോന്നിവാസികളാകും. മാതാപിതാക്കളെ വഴിയിൽ ഉപേക്ഷിക്കും. മാതാപിതാക്കൾക്ക് വേണ്ടി ജീവിക്കുന്നവരുമുണ്ട്. അതൊക്കെ കുടുംബത്തിൽ നിന്നും കിട്ടുന്നതാണ്. ആദ്യ പാഠങ്ങൾ കുടുംബത്തിൽ നിന്നുമാണ് കിട്ടേണ്ടതെന്നാണ് രജിത്ത് പറയുന്നത്. ഒരുപാട് വിവാദ പ്രസ്താവനകൾ ഉന്നയിച്ചാലും രജിത് കുമാറിന് തന്റേതായ ഒരു ആരാധക കൂട്ടമുണ്ട്. രജിത് കുമാർ ആർമി എന്ന പേരിലാണ് ഇവരെ അറിയപ്പെടുന്നതും.